എന്ത് മഴയാണല്ലേ. സോ യാ, hello, welcome back to my YouTube channel Gayatri Kalula. So the time is 3:30 I guess. So this is going to be എന്താ പറയുന്നത്, ഒരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗ്. സോ ഐ തോട്ട് നമുക്കൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം എന്നെനിക്കിങ്ങനെ തോന്നി. സോ നല്ല മഴയും കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്താണെന്ന് അറിയില്ല, ക്ലൈമറ്റിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയൊരു അലർജി പ്രശ്നങ്ങൾ, ഓൾറെഡി എനിക്ക് അലർജി വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു അലർജി, അതുപോലെ തന്നെ മൂക്കടപ്പം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് എഴുന്നേറ്റതാണ്. അപ്പം വീണ്ടും പുറത്ത് ഭയങ്കര മഴ. അപ്പം ഞാൻ ആവി പിടിക്കുമ്പം ഇങ്ങനെ ഒരു മരുന്ന് അതിനകത്തിടും, ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത്. അപ്പം നല്ല തണുപ്പാണ് അവിടെ, സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ കമ്പിൽ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. സോ ആസ് യു ക്യാൻ സീ, ഞാൻ ആവിയൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്നാലും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സോ ഇത് കുറച്ച് വാം വാട്ടറാണ് കേട്ടോ, ഇളം ചൂടുവെള്ളം. അപ്പം ഇതിങ്ങനെ കുടിക്കുമ്പോൾ നല്ല ആശ്വാസമാണ് ഈ തണുപ്പത്ത്. കാരണം എനിക്ക് തണുപ്പാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പനി പിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡിയാണ് എനിക്കുള്ളത്. അപ്പം ഈ ചൂട് വെള്ളത്തിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിധി എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഇത് ബനാന പുഡിങ് കേക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് എലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കണതാ, വെരി ടേസ്റ്റി. ഈ മഴക്കാലം ആകുമ്പം എനിക്ക് വല്ലാത്ത വിശപ്പാണ് കേട്ടോ. വേറെ ഒരു സമയത്തിന് തൊട്ടല്ല, എനിക്ക് മഴക്കാലം ആകുമ്പം അതുവരെ ഇല്ലാത്തൊരു വിശപ്പായിരിക്കും പിന്നെ അങ്ങോട്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വാച്ചിങ് ഡ്രാമാസ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. ലൈക്ക് ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ മഴയത്ത് കൊറിയൻ ഡ്രാമ കാണുക എന്നുള്ളത്. അപ്പം ഡ്രാമയൊക്കെ കണ്ടിട്ട്, അപ്പം എനിക്ക് ഇന്നാണെങ്കിൽ എനിക്ക് കിടന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം മൂക്കടയ്ക്കുന്നു, എനിക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങൾ, അലർജി, തുമ്മൽ, അങ്ങനെ മൊത്തത്തിൽ കുഴപ്പങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവിയൊക്കെ പിടിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ സെറ്റായി. സോ ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്ക് മഴയുള്ള സമയത്ത് ഡ്രാമാസ് കാണാനും ബുക്സ് വായിക്കാനാണ് ഇഷ്ടം. അപ്പം ബുക്ക് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നത് നല്ലതാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ചെയ്യാറുള്ളത് 2 സാമ്പ്രാണിത്തിരിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ കത്തിച്ച് വെക്കുക. ഓവറാവരുത്. ഓവറായാൽ ആൾക്കാർ കളിയാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബുക്ക് വായിക്കാം. ഓക്കെ, സോ എനിക്ക് നെതിക്കുട്ടി ഉണ്ടാക്കി തന്ന ബുക്ക് മാർക്കൊക്കെയാണ്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി കുറച്ചെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും വായിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. വായിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ബുക്കൊക്കെ വായിച്ചിട്ട് പിന്നെ കാണാം. ടൈം ഇപ്പം വന്നിട്ട് 5:43 ആണ്. ചായയൊക്കെ ഇട്ടു. മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായ. അപ്പം ചായയുടെ കൂടെ ഇവിടെ മിക്ക ദിവസം എന്തെങ്കിലും കഴിക്കാൻ നോർമലി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മേടിക്കാറുണ്ട്. അപ്പം ഹലോ, അപ്പോൾ സമയം ഇപ്പോൾ വന്നിട്ട് 6:15 കഴിഞ്ഞു കേട്ടോ. അപ്പം ചായയൊക്കെ കുടിച്ചു. അപ്പം ഞാൻ സത്യം പറഞ്ഞ് ഞാൻ തല നനയ്ക്കണം എന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയുടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് നനയ്ക്കാൻ തോന്നി. അപ്പം ഞാൻ നനച്ചു. അപ്പം കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പം ആദ്യം ഈ രാസ്നാദിപ്പൊടിയാണ് തേക്കാറ്.
രാസ്നാദിപ്പൊടി ഒരു മൂക്കിപ്പൊടിയിലൂടെ ഇത് മണപ്പിച്ചാലേ തോന്നും. അപ്പം രാസ്നാദിപ്പൊടി തേച്ചതിന് ശേഷം നമ്മുടെ ഒരു ഈവനിങ് സ്കിൻ കെയർ. ഞാൻ അങ്ങനെ ഈ സമയത്ത് കുളിക്കുന്ന ആളല്ല കേട്ടോ, പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഈ സമയത്ത് കുളിച്ചേക്കാന്ന്. അപ്പം ആദ്യമായിട്ട് റോസ് വാട്ടർ. അപ്പം ഇതാണ് ഞാൻ എന്ത് മുഖത്തിടുന്നതിന് മുൻപും ഞാൻ ആദ്യം ചെയ്യുന്നത് റോസ് വാട്ടർ മുഖത്തിടുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. എന്നുവെച്ചാൽ ടോണറോ റോസ് വാട്ടറോ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെവിക്കുട്ടി അടിച്ച് പൊട്ടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒരു ടാപ്പ് അത്രേ. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് ഡ്രൈ അപ്പ് ആവുന്ന സമയത്ത് വേണം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കാൻ. അപ്പം എനിക്ക് വർക്കാവും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിൽ ഒന്നാണ് കേട്ടോ പോൺസിൻ്റെ മോയ്സ്ചറൈസർ. എനിക്ക് കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ലൈക്ക് അവർക്കിത് പറ്റില്ല, ഓരോരുത്തരുടെ സ്കിന്നല്ലേ. എനിക്ക് നിവ്യേനെക്കാട്ടിൽ എനിക്ക് എൻ്റെ സ്കിന്നിന് പറ്റുന്നു എന്ന് തോന്നിയ ഒരു മോയ്സ്ചറൈസർ ഇതാണ്. കാരണം ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ലൈക്ക് ബാക്കിയുള്ള മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തിട്ടാലും ഒലിച്ചങ്ങ് പോകും. അപ്പോൾ ഇത് അവിടെ കിടന്നോളും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നോൺ ഓയിലിയാണ് ഭയങ്കര. ഇതിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ ജെൽ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡെയിലും രാത്രിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ തന്നെ പ്രീമിയം വേർഷനിൽ വരുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അത് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നെയാണ്. അപ്പം മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കാരണം ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഐ എം നോട്ട് എ ഫാൻ ഓഫ് പെർഫ്യൂംസ്, ബട്ട് ചില സമയത്ത് എനിക്ക് വാണ്ട് ടു സ്മെൽ ഗുഡ്, ഐ വാണ്ട് ടു ഫീൽ സോ ഗുഡ് എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ കുറച്ച് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യും. ഇതും ചേട്ടൻ കൊണ്ടുവന്നതാണ്, എൻഡിയോറിൻ്റെ പെർഫ്യൂം. തീരാറായി. എന്നാ ഒരു മണമാണെന്നറിയോ, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു മണമാണ് കേട്ടോ. ഭയങ്കര ഗേൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മണമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഇത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. എന്നിട്ട് എനിക്ക് കണ്ണെഴുതാതെ നിന്നാൽ ഞാൻ ഒരുമാതിരി വല്ലാതെ തോന്നും. ഇത്രയൊക്കെ പ്രീമിയം വേർഷൻസ് ഓഫ് ഐലൈനർ അവൈലബിൾ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ട്രഡീഷണൽ ഐലൈനർ യൂസ് ചെയ്ത് നമ്മുടെ കണ്ണെഴുതുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊന്നാണ് 2 കണ്ണും ഒരുപോലെ ഐലൈനർ കിട്ടുക എന്നുള്ളത്. ലക്കിലി എനിക്കിന്ന് അങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ രാസ്നാദിപ്പൊടി ഇട്ടു, റോസ് വാട്ടർ അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ ഇട്ടു, കണ്ണെഴുതി. ആൻഡ് ഞാനങ്ങനെ എൻ്റെ തലമുടി നനഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ചീപ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചൊന്ന് ഇതാക്കി കൊടുക്കാറേ ഉള്ളൂ. എന്നാലും മുടി കൊഴിച്ചിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ വുഡൻ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഫാൾ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് കണ്ണിൻ്റെ മണ്ടലായില്ലേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പൊട്ടും കൂടെ വെക്കാം. അപ്പോൾ ഓക്കെ നോക്കി ഞാനിനി എത്ര മോഡേൺ ഡ്രസ്സ് ഇട്ടാലും എനിക്ക് എല്ലാ ഡ്രസ്സിനെയും കൂടെ എനിക്ക് പൊട്ട് വേണം. അപ്പം ഞാൻ എല്ലാ പൊട്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം നമ്മൾ ഈ ഒരുപാട് കളറുകളുള്ള പൊട്ടില്ലേ, നമ്മുടെ ഉത്സവപ്പറമ്പിൽ മാത്രം കിട്ടുന്ന, എനിക്ക് ആ വക പൊട്ടുകളോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു കുട്ടി ഡപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ന് നമുക്ക് റോസ് കളർ പൊട്ടിടാം. ഞാൻ എന്നും ഇങ്ങനെ പല കളർ പൊട്ടുകൾ ഇട്ട് നോക്കാറുണ്ട് കേട്ടോ. പൊട്ടിട്ടാലേ എന്നെ കാണാൻ സുന്ദരിയാണെന്ന് എനിക്കൊരു തോന്നലാണ്. ഐലൈനർ വീണ്ടും ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ കമ്മലിടാത്തത് എന്താണെന്ന് തോന്നുന്നത്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലിടാറില്ല, പിന്നെ ഇടാറില്ല, അത്രയേ ഉള്ളൂ. മാലയുണ്ട്, മോതിരമുണ്ട്, പിന്നെ കമ്മലോട്ട് ഇട്ടിട്ട് മൊത്തത്തിൽ സ്വർണ്ണത്തിൽ തിളങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കമ്മലെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സ്വർണ്ണ കമ്മലുകളില്ലേ ഞാത്തൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനെയുള്ള കമ്മലുകളിടുന്ന ഇഷ്ടമല്ല. പിന്നെ അന്ന് വാങ്ങിച്ചതുകൊണ്ട് അതങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.